ഓ എന്റെ കൂട്ടുകാരെ, എന്റെ മക്കളെ, ഞാൻ വീഡിയോസ് ഇടാൻ ലാഗ് ആവുന്നുണ്ട്. വേറൊന്നുമല്ല, റെക്ടിഫയേഴ്സ് ഓൾറെഡി ഞാൻ എടുത്ത ഒരു പോർഷൻ ആണ്. എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് കണ്ടത് ഞാൻ പറയുന്ന വോയിസ് മാത്രമേ ഉള്ളൂ. ഞാൻ കാണിക്കുന്ന സ്ലൈഡ്സുകൾ ഒന്നും തന്നെ ഇല്ല, എല്ലാം ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. ശരിക്കും മടുപ്പായി പോയി. കാര്യം അത്രയും ഭംഗിയായിട്ട് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് ഞാൻ എടുത്ത ക്ലാസ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സംഭവം ഉണ്ടാവും. പിന്നെ എനിക്ക് അതിലോട്ട് തിരിഞ്ഞ് നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. റിയലി സോറി. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് റെക്ടിഫയേഴ്സ് ആണ്. നമ്മൾ ലാസ്റ്റ് നിർത്തിയത് DC ബ്ലോക്ക് ഡയഗ്രം ഒക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് റെക്ടിഫയേഴ്സ് ആണ് പറയുന്നത്. റെക്ടിഫയേഴ്സ് നോക്കാം. റെക്ടിഫയേഴ്സിന്റെ മെയിൻ ജോലി എന്താണെന്നറിയോ? റെക്ടിഫയേഴ്സിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ആയിട്ടൊക്കെ ഇരിക്കുന്ന സാധനങ്ങളെ എന്താക്കുക? സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്കുക, കണ്ടിന്യൂസ് ആക്കുക, സ്റ്റഡി ആൻഡ് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളതാണ് എന്ത് നമ്മളെ റെക്ടിഫയേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും പോവും, ഇങ്ങോട്ടും പോവും. അതായത് ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും, ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഡയറക്ഷൻ ഇല്ല, അതിന് തോന്നും വഴി അത് പോവും. അതിനെ അങ്ങനെ ഉള്ളൊരു സാധനത്തിനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് സ്മൂത്ത് ആക്കുക, അല്ലെങ്കിൽ പറയാം ഒരു ഒറ്റ ഡയറക്ഷനിലോട്ടാക്കുക. നമ്മളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലോട്ട് മാത്രം ആക്കുക. തിരിച്ചു പോകുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. ഇതാണ് നമ്മളുടെ റെക്ടിഫയർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. Am I clear? അപ്പോ റെക്ടിഫയേഴ്സിന്റെ ജോലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളുടെ ഇലക്ട്രോണിക്സിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാം റെക്ടിഫയേഴ്സിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് AC അൾട്ടർനേറ്റിംഗ് കറണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം. അങ്ങനെയുള്ള ഒരു കറണ്ടിനെ എന്താക്കി മാറ്റുക? DC ആക്കി മാറ്റുക, ഡയറക്റ്റ് കറണ്ട് ആക്കി മാറ്റുക. ഡയറക്റ്റ് കറണ്ട് ആകുമ്പോൾ ഒരു ഒറ്റ ഡയറക്ഷനിലൂടെ മാത്രം എന്ത് ഫ്ലോ അനുവദിക്കുക. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്ത് പറയാം? ഒരു 2-വേ റോഡായിട്ടുള്ള AC-നെ നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാം? ഒരു 2-വേ റോഡായിട്ട് സങ്കല്പിക്കാം. അപ്പൊ 2-വേ റോഡാണ് ആര്? നമ്മുടെ AC. ആ 2-വേ റോഡിൽ നിന്നും 1-വേ റോഡാക്കുക. 1-വേ റോഡിലോട്ട് വെഹിക്കിൾസിനെ 1-വേ റോഡിലോട്ട് മാത്രം ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റെക്ടിഫയേഴ്സ് ചെയ്യുന്നത്. 2-വേ റോഡ് ആരാണ്? നമ്മുടെ AC ആണ്. അപ്പൊ AC എന്ന് പറയുന്ന 2-വേ റോഡിനെ 2-വേ റോഡിൽ നടക്കുന്ന എന്താണെടാ മക്കളെ? 2-വേ റോഡിൽ നടക്കുന്നത് ഇതാണ് ഒരു റോഡ് എന്ന് സങ്കല്പിക്കുക. ഡ്രോയിങ് സ്കില്ലൊക്കെ വളരെ പുവറാണ്, തൽക്കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ടികൾ ഏത് ഈ ഡയറക്ഷനിലൂടെയും പോവും, ഇപ്പുറത്തെ ഡയറക്ഷനിലൂടെയും പോവും അല്ലെ, ഒരു 2-വേ റോഡില്. പക്ഷെ നമ്മുടെ 1-വേ റോഡിൽ എന്താ സംഭവിക്കുന്നേ? 1-വേ റോഡാണെങ്കിൽ ഒന്നീ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് അല്ലെ, ഏതെങ്കിലും ഒരു ഒറ്റ ഡയറക്ഷനിലൂടെ പോകും. അതുപോലെയാണ് റെക്ടിഫയേഴ്സ്. റെക്ടിഫയേഴ്സിന്റെ മെയിൻ ജോലി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഈ പഠിക്കുന്നതേ നമ്മളുടെ എക്സാം ക്വാളിഫൈ ആവാൻ മാത്രമല്ല, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ജോബിന് പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഒരു പേഴ്സൺ വന്നിട്ട് റെക്ടിഫയേഴ്സിന്റെ ജോലി എന്താ, അല്ലെങ്കിൽ വേറൊന്നും വേണ്ട, നമ്മളെ കോംപ്രിഹെൻസീവ് എക്സാം റെക്ടിഫയേഴ്സ് എന്താ ചെയ്യുന്നത് എന്ന് സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. എന്താണ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്? 2-വേ റോഡിനെ 1-വേ റോഡിലോട്ട്, 2-വേ റോഡിലുള്ള വെഹിക്കിൾസിനെ 1-വേ റോഡിലോട്ട് ഡയറക്റ്റ് ചെയ്ത് പോവുക. അത് തന്നെയാണ് റെക്ടിഫയേഴ്സ് ചെയ്യുന്നത്. അതായത് AC-യെ
DC ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആര് ചെയ്യുന്നത്, നമ്മുടെ റെക്ടിഫയേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കത് നിങ്ങൾക്ക് കാര്യം കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഒരു 2-വേ റോഡായിട്ടുള്ള AC-നെ 1-വേ റോഡാക്കി മാറ്റുക എന്ന് പറയാൻ പറ്റൂല. 2-വേ റോഡായിട്ടുള്ള ഇതിനെ 1-വേ റോഡിലോട്ട് വെഹിക്കിൾസിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു. ഇവിടെ വെഹിക്കിൾസ് എന്ന് പറയുന്ന കറണ്ട്, അത്ര മാത്രം ഓർത്താൽ മതി. അപ്പൊ എന്താ, a rectifier's main job is to convert AC to DC, 2-way to 1-way road. That is എന്താ, back and forth into something that flows in one direction. അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാല് എന്താ ചെയ്യുന്നത്, നമ്മളുടെ ഊഞ്ഞാല് അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോകും, ബാക്കിലോട്ടും പോവും ഫ്രണ്ടിലോട്ടും വരും. അത് മാറ്റിയിട്ട് ഒരൊറ്റ ഡയറക്ഷനിലോട്ട് വിടുന്നതാണ് ആര്, ഊഞ്ഞാല് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മുടെ സ്ലൈഡ്സ് ഇല്ലേ, നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോ സ്ലൈഡ്സ് കാണൂലേ, തെങ്ങിങ്ങി നിരങ്ങിങ്ങി പോണ സാധനം സ്ലൈഡ്സ്. സ്ലൈഡ്സ് എന്താ ചെയ്യുന്നേ, സ്ലൈഡ്സിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, സ്ലൈഡേഴ്സ് നമ്മൾ പാർക്കിൽ പോകുമ്പോ കാണുന്ന സാധനമാണ്. ഇങ്ങനെ ഇരിക്കും, ഇവിടെ സ്റ്റെപ്പ് കാണും, ഈ സ്റ്റെപ്പിൽ കൂടെ ചവിട്ടി വന്ന് ഇവിടെ ഒന്നും പറഞ്ഞു പോകും അല്ലേ, സ്ലൈഡേഴ്സിൽ. നമ്മളെ സ്വിങ്സ്, നമ്മളെ ഊഞ്ഞാലാണ് എന്ത്, AC. DC എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ലൈഡ്സുകളാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അപ്പൊ 2-വേ റോഡായിട്ടുള്ള ഒന്നിനെ 1-വേ റോഡാക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളെ മനസ്സിൽ പതിയാനാണ്. അപ്പൊ റെക്ടിഫയേഴ്സിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് എന്താണ്, AC-യെ DC ആക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഒരു ഒറ്റ ഡയറക്ഷനിലോട്ട് ആക്കി മാറ്റുക. കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെക്ടിഫയേഴ്സിന്റെ ഫങ്ഷൻസ് മെയിൻ ആയിട്ട് പറയുമ്പോൾ അലോ കറണ്ട് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ഒരു ഒറ്റ ഡയറക്ഷനിലൂടെ മാത്രം ആരെ കടത്തിവിടുക, കറണ്ടിനെ കടത്തിവിടുക. അതുപോലെ തന്നെ കൺവേർട്ട് AC ടു DC, കൺവേർട്ട് ഇതും ഏകദേശം സെയിം തന്നെയാണ് അല്ലെ, AC-നെ DC ആക്കി മാറ്റുക. ഈ പറയുന്ന 4 റെക്ടിഫയർ ഫങ്ഷൻസും മീൻ ചെയ്യുന്ന ഒരൊറ്റ പോയിന്റ് ആണ്. ആ പോയിന്റ് ആണ് എന്ത്, ബാക്ക് ആൻഡ് ഫോർത്തിൽ കൂടെ പോകുന്ന സാധനത്തിനെ 1 ഡയറക്ഷനിലോട്ടാക്കി മാറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അലോ കറണ്ട് ഓൺലി ഇൻ 1 ഡയറക്ഷൻ, അതൊരു 1-വേ റോഡ് കൺസിഡർ ചെയ്യാം. അവിടെ 1-വേ റോഡിലെ വെഹിക്കിൾസ് ആരാണ്, കറണ്ട് എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. ഈ 1-വേ റൂട്ടിൽ കൂടെ 2-വേ റോഡ് 2-വേ ആയിട്ട് വെഹിക്കിൾസ് പോയാൽ എന്ത് സംഭവിക്കും, ഫൈൻ അടിക്കും. അതുപോലത്തെ ഡാമേജ് ഇവിടെ സംഭവിക്കും. ഓക്കെ, ഇനി കൺവേർട്ട് AC ടു DC. നമ്മളുടെ വാട്ടർ ഫിൽറ്റർ, ഹാൻഡ് പമ്പ് ഫിൽറ്റർ, വാട്ടർ ഫിൽറ്റർ, കോഫി ഫിൽറ്റർ, ഇവർക്ക് എന്താ ചെയ്യുന്നേ, കുറച്ച് ഇമ്പ്യൂരിറ്റീസും വെള്ളവും കോഫിയൊക്കെ ആയിട്ടായിരിക്കും എന്ത് അങ്ങോട്ട് ഇൻപുട്ടിൽ പോകുന്നത് അല്ലെ. പക്ഷെ അത് തിരിച്ച് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ക്ലീൻ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാധനം. അത് തന്നെയാണ് റെക്ടിഫയേഴ്സ് ഇവിടെ ചെയ്യുന്നത്. ബ്ലോക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നമുക്ക് വാട്ടർ പൈപ്പില് വാൾവുകൾ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അത് തിരിച്ച് അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഒറ്റ ഡയറക്ഷനിലൂടെ അത് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വാൽവ് വെക്കുന്നത് എന്തിനാണ്, അത് ആ ഒരു 2 and 4, അതായത് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എന്ത് എക്സാമ്പിൾ പറയാം, സ്മൂത്ത് ആൻഡ് വോൾട്ടേജ് വിത്ത് കപ്പാസിറ്റർ. സ്മൂത്ത് ആൻഡ് വോൾട്ടേജ് വിത്ത് കപ്പാസിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ടാങ്ക് ഒരു എക്സ്ട്രാ വാട്ടർ സ്റ്റോർ ചെയ്യും. എന്ത്, സപ്ലൈ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും. പക്ഷേ സപ്ലൈ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്ട്രാ വാട്ടറിനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അത് തന്നെയാണ് നമ്മളുടെ എന്ത്, കപ്പാസിറ്ററും ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇതൊന്നും ക്ലിയർ അല്ലെങ്കിൽ 1-വേ റോഡും 2-വേ റോഡും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മതി, അത് മതി. ഇനി നമ്മൾ റെക്ടിഫയേഴ്സ് എന്താണെന്ന് പറഞ്ഞു, അത് 1-വേ റോഡ് ആണെന്ന് പറഞ്ഞു. എവിടെയാണ് നമ്മൾ റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുക, അത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, അത് അറിഞ്ഞിരിക്കണം, അതാ ഇമ്പോർട്ടന്റ് ആണ്. ചുമ്മാ റെക്ടിഫയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചാൽ മാത്രം പോരാ, അതിന്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നോക്ക്, നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും, മൊബൈൽ ചാർജേഴ്സിൽ യൂസ് ചെയ്യും.
എന്തിനു വേണ്ടിയിട്ട്? AC-നെ DC ആക്കി മാറ്റാനായിട്ട്. ലാപ്ടോപ്പ്, TV, റേഡിയോസിൽ പവർ സപ്ലൈ ഇൻസൈഡ് യൂസസ് റെക്ടിഫയർ ടു റൺ സർക്യൂട്ട്സ്. ലാപ്ടോപ്സിലും TVസിലും റേഡിയോസിലും നമ്മൾ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? പവർ സപ്ലൈയിലാണ് യൂസ് ചെയ്യുന്നത്. LED ബൾബ്, LED ബൾബിന് എന്ത് വേണം? DC വേണം. സോ നമുക്ക് കിട്ടുന്ന AC-ന് LED ബൾബിൽ റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് എന്താക്കി മാറ്റും? DC ആക്കി മാറ്റും. ഇൻവേർട്ടേഴ്സ് അല്ലെങ്കിൽ UPS ബാറ്ററി സ്റ്റോർസ് DC അല്ലേ? സോറി. ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിങ്. ഇപ്പൊ നമുക്ക് കാല് തട്ടി നടക്കാൻ പറ്റുന്നില്ല EV വെഹിക്കിൾസ് കാരണം അല്ലേ? അപ്പൊ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഫുള്ളി അങ്ങനെ ആയിട്ടില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ്ങിലും റെക്ടിഫയേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? AC മെയിൻസിനെ DC ആക്കി മാറ്റാനായിട്ട്. അപ്പൊ ഇതാ വരുന്നു നമ്മളുടെ ഹാഫ് വേവ് റെക്ടിഫയർ. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഫുൾ വേവില് വീണ്ടും എന്താ ഡിവിഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് നോക്കാം. ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് എന്ന് പറയുമ്പോ തന്നെ എന്തുവാ അതിൽ ഹാഫ് വേവ്, ഫുൾ വേവ് എന്ന് നമ്മൾ എടുത്തു പറയുന്നത്? എന്തോ ഉണ്ട് ആ ഫുൾ വേവിലോ ഹാഫ് വേവിലോ അല്ലെ? അല്ലെങ്കിൽ ആ പേരെങ്ങനെ ഹാഫ് വേവ് ഫുൾ വേവ് എന്ന് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ നോക്കിയേ, ഹാഫ് വേവ് റെക്ടിഫയർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോംസ്. നമ്മൾ നേരത്തെ റെക്ടിഫയേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ AC-നെ എന്താക്കി മാറ്റുന്നു? DC വോൾട്ടേജ് ആക്കുന്നു. യൂസസ് ഓൺലി വൺ ഡയോഡ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാഫ് വേവ് പറയുമ്പോൾ ഞാൻ കുറച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. ഈ പോയിന്റുകളെല്ലാം തന്നെ ഓർത്തിരുന്നാൽ മതി. എക്സാമിന് നിങ്ങൾ ഒരു കഥ പോലെ എഴുതി വെച്ചാലും മതി. ഓക്കെ, ചില ടീച്ചേഴ്സിന്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ കറക്റ്റ് പോയിന്റ് എഴുതി വെച്ചാൽ അവർക്ക് തൃപ്തിയാവില്ല. അവരുടെ കണ്ണിൽ എന്ത് വേണം? നല്ല ഉരുട്ടി ഒരു 5-6 പേജ് എഴുതി വെച്ചാൽ അത്രയും നല്ലത്. പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല. നമ്മൾ മാർക്ക് അനുസരിച്ച് അവരെയും കൂടെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. ഹാഫ് വേവ് റെക്ടിഫയർ നോക്കൂ, ട്രാൻസ്ഫോം AC വോൾട്ടേജ് ടു DC വോൾട്ടേജ്. എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AC വോൾട്ടേജിനെ എന്താക്കി മാറ്റും? DC ആക്കി മാറ്റും. യൂസസ് ഓൺലി വൺ ഡയോഡ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ. എന്ത് ചെയ്യാ? ഒരു ഡയോഡ് എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. വൺ ഡയോഡ്. ആ വൺ ഡയോഡും ഹാഫ് വേവും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഓർത്ത് വെക്കാൻ നോക്കിയേ. allows only 1/2 cycle of an AC voltage waveform to pass while blocking the other half cycle. ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ എന്ത് ചെയ്ത് വിടുന്നുള്ളൂ? കടത്തി വിടുന്നുള്ളൂ. മറ്റേ ഹാഫ് സൈക്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ AC ഒരു സിനസോയിഡൽ വേവ് ഞാൻ ഇപ്പൊ എടുക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട് അല്ലെ? പിന്നെയും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. നമ്മളെ DC എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് അല്ലെ? അപ്പൊ എന്ത് വരും? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓ, ആ ഗ്രാഫ് ഈ ഗ്രാഫുമായിട്ട് സോറി ഞാൻ വരച്ചപ്പോ തെറ്റിപ്പോയതാണ്. ഞാൻ ഒരു ഓളത്തില് അങ്ങ് വരച്ച്. ഓക്കെ, അതായത് ഹാഫ് വേവിന്റെ ഇൻപുട്ട് നമ്മൾ ഈ AC ആണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടും. ഞാൻ വരച്ചത് കുളമായതാണ്. ഇതില് സൈനിന്റെ ഡയമെൻഷൻ ഒന്നും നിങ്ങൾ നോക്കിക്കളയരുത്. അത് ഞാൻ വരച്ചപ്പോ അങ്ങനെ ചെറുതും വലുതും ഒക്കെ ആയി വന്നതാണ്. നിങ്ങൾ നോക്കേണ്ടത് ആ ഒരു ഇവിടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് അല്ലെ? പക്ഷെ AC-യില് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പക്ഷെ DC വന്നപ്പോ എന്ത് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് ഹാഫ് സൈക്കിളേ ഉള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല. അതിനെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഏത് വൺ ഡയോഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ? ഒരു ഡയോഡേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡയോഡ് എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ഫോർവേഡ് ബയാസ് കറണ്ടിനെ കടത്തിവിടും. അതായത് ഫോർവേഡ് ബയാസ് സമയത്ത്
ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ടും റിവേഴ്സ് ബയസിൽ അത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടും ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഇവിടത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടാത്തത്. അപ്പൊ ഒന്നും കൂടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നമുക്കൊരു ഡയോഡ് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മൾക്ക് ഇങ്ങനെ ഒരു ഡയോഡ് ഉണ്ട്. ഡയോഡിന്റെ പോസിറ്റീവ് ഇതാണെന്ന് എല്ലാവർക്കും അറിയാം, നെഗറ്റീവ് ഇതാണെന്ന് അറിയാം അല്ലെ? ഇതില് ആനോഡ് ഇതും കാഥോഡ് ഇതാണെന്നും അറിയാമല്ലോ അല്ലെ? അത് മാറിപ്പോവരുത് കേട്ടാ. ചിലവർക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ഈ പോസിറ്റീവ് സൈഡിനെ കാഥോഡ് എന്ന് ചിലവർ വിചാരിക്കും, നെഗറ്റീവ് സൈഡിനെ ആനോഡ് എന്ന് വിചാരിക്കും. അത് നമ്മള് കൺഫ്യൂസ്ഡ് ആയി പോകുന്നതാണ് എക്സാം ടൈമിൽ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ എക്സാം ടൈമിൽ അങ്ങനെ അല്ല. അപ്പോ എന്താ സംഭവിക്കുന്നേ? ഡയോഡ് ഫോർവേഡ് ബയാസിൽ ഇരിക്കുമ്പോൾ അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതേസമയം റിവേഴ്സ് ബയാസിൽ ഇരിക്കുമ്പോൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഡയോഡിൽ ആക്ച്വലി നടക്കുന്നത്. ക്ലിയർ? half wave rectifier, the simplest form of the rectifier that requires only one diode for the construction of a half wave rectifier circuit. സിംപ്ലസ്റ്റ് റെക്ടിഫയേഴ്സിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെക്ടിഫയർ ആണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഇതിന് ഒരു ഡയോഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നോക്കിയാണ്, a half wave rectifier circuit consists of 3 main components. 3 മെയിൻ കമ്പോണൻസ് ആണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. ഡയോഡ് എത്ര എടുക്കുന്നുള്ളൂ? ഒരു ഡയോഡേ ഉള്ളൂ. പിന്നെ 2 മെയിൻ പാർട്സും കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? കമ്പോണൻസും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ്? ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റീവ് ലോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോമറിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു റെസിസ്റ്റീവ് ലോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓർക്ക, ഹാഫ് വേവ് റെക്ടിഫയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ പറയാം. AC-യെ DC ആക്കുക എന്നുള്ളതാണ് റെക്ടിഫയറിന്റെ ജോലി. അത് ഹാഫ് വേവിലും ഫുൾ വേവിലും നിങ്ങൾക്ക് എഴുതാം, ഒരുപോലെ എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. പിന്നെ എന്ത് പറയാം? ഹാഫ് വേവ് റെക്ടിഫയർ allows only positive half cycle and blocks negative half cycle using only one diode. The main components are diode, transformer, resistive load. ഇനി ഇതിനെ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് വർക്കിങ്ങിൽ എഴുതിയാലും മതി, ഇലാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. എന്താ? ഡയോഡ് ഫോർവേഡ് ബയാസിൽ ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ ബയാസിൽ അത് റിവേഴ്സ് ബയാസിൽ ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 1/2 ഓഫ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വിട്ടുപോവരുത്. ആകെ വളരെ കുറച്ച് സാധനങ്ങളെ ഈ ഹാഫ് വേവ് റെക്ടിഫയറിലുള്ളൂ. അപ്പൊ അത് അതുപോലെ വരച്ചു വെക്കുക. എന്ത്? ഒരു പവർ സപ്ലൈ. അതിപ്പോ നമ്മൾ മെയിൻ കമ്പോണന്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും പവർ സപ്ലൈ വേണമല്ലോ. പിന്നെ ഉള്ളത് നോക്കിയേ, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ പറയുമ്പോഴും എടുത്തു പറയേണ്ട കാര്യം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ട്രാൻസ്ഫോമർ തന്നെ വേണം. കാര്യം നമുക്ക് റെക്ടിഫയേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണൻസിലൊക്കെ ഉള്ള കാര്യമാണ് അല്ലെ? നമ്മൾ മെയിൻ ആയിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന, ഡെയിലി ലൈഫ് എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ, യൂസ് ചെയ്യുന്ന കമ്പോണൻസുകൾക്ക് ഹൈ ആയിട്ടുള്ള വോൾട്ടേജിന്റെ ആവശ്യമുണ്ടോ? ഹൈ വോൾട്ടേജിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 230 വോൾട്ട് ആണ് അല്ലെ? 230 വോൾട്ട് 50 ഹെഡ്സ് ആണ്. 230 വോൾട്ട് 50 ഹെഡ്സ് ആണ്. ഓക്കെ, 230 വോൾട്ട് 50 ഹെഡ്സ് ആണ് നമ്മുടെ മെയിൻസ് നമുക്ക് കിട്ടുന്നത്. ഈ സാധനം വെച്ചിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ കുഞ്ഞു കമ്പോണൻസിലൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത് അടിച്ചു പോകുമെന്നാണ് അർത്ഥം.
നമുക്ക് എത്ര മതി? 2 to 24 വോൾട്ട് മതി. 24 into 2 എവിടെയോ പോയി. 2 to 24 വോൾട്ടിന്റെ ആവശ്യമേ നമുക്ക് ഉള്ളൂ. അപ്പൊ ഈ 230 വോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 2 to 24 വോൾട്ട് ആക്കി മാറ്റണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ലോഡ് റെസിസ്റ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫിഗർ ക്ലിയർ ആണല്ലോ. ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകതയോട് നോക്കി വെക്കണം. തിരിച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് എഴുതി വെച്ചിട്ട് കോയിലിന്റെ എണ്ണം പ്രൈമറിയിൽ കൂടുതലും സെക്കൻഡറിയിൽ കുറവുമാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് എഴുതി വെച്ചിട്ട് കോയിലിന്റെ എണ്ണം പ്രൈമറിയിൽ കുറവും സെക്കൻഡറിയിൽ കൂടുതലും ആയ പൊണ്ണത്തെറ്റാണ്. സോ അത് ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് കേൾക്കും. ഇത് പൊതുവെ വരുന്ന മിസ്റ്റേക്സ് ആണ്. നമ്മള് അറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവും. ദൈവമേ, സ്റ്റെപ്പ് ഡൗണില് പ്രൈമറിയില് കോയിൽസ് കൂടുതലാണ്, വേറൊന്നും നമ്മളുടെ മനസ്സിൽ വരില്ല. കൂടുതലാണ് കുറവാണ്, കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തെറ്റായിട്ട് വരച്ചു വെക്കും. സോ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതിന്റെ ഒരു ഗ്രാഫ്, ഇതും കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC ആണ്. വോൾട്ടേജ് അതായത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്ന എന്താണ് കറസ്പോണ്ടിങ്. നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ വരയ്ക്കുമ്പോഴും നോട്ട്ബുക്സിൽ വരയ്ക്കുമ്പോഴും വൃത്തിയായിട്ട് ഇതുപോലെ വരച്ചു വെക്കണം. എന്താണ് നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുന്നില്ല, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഗ്രാഫ് ഓൾറെഡി ഞാൻ ഇതിന് മറ്റ് സ്ലൈഡ്സുകളിൽ ഓൾറെഡി പറഞ്ഞുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ചെയ്യാൻ നിൽക്കാത്തതാണ്. വോൾട്ടേജ് ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കാണും, ഔട്ട്പുട്ടിൽ എന്ത് മാത്രം കാണും? നെഗറ്റീവ് പോസിറ്റീവ് മാത്രം കാണും. വർക്കിംഗ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ നോക്കാം. A high AC voltage is applied to the primary side of the step down transformer. നമ്മളുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നമ്മൾ എന്ത് കൊടുക്കും? ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കും. The obtained secondary low voltage is applied to the diode. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഈ ഹൈ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ, ആ പേരിൽ തന്നെ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 2 to 24 വോൾട്ടിന് ഇടയിലാക്കിയിട്ട് ആർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്? നമ്മളുടെ ഡയോഡിന് കൊടുക്കും. ആർക്ക് കൊടുക്കും? നമ്മളുടെ ഡയോഡിന് കൊടുക്കും. The diode is forward biased during the positive half cycle of the AC voltage and reverse biased during the negative half cycle. നമ്മളുടെ ഡയോഡ് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർവേഡ് ബയസ് ആകുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. ആൻഡ് ഇറ്റ് ആക്ട്സ് ലൈക്ക് ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഇറ്റ് അലൗ ദ ഫ്ലോ ഓഫ് കറണ്ട്. പക്ഷെ റിവേഴ്സ് ബയസിൽ എന്താണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ റിവേഴ്സ് ബയസ് ആണ്. അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആണേ? ഇതാണ് അവിടെ നടക്കുന്ന ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് വളരെ സിമ്പിൾ ആണ്. ഇതാണ്. ഇതിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് വലുതാക്കി എഴുതിയാൽ മതി. ഇതാണ് മെയിൻ ആയിട്ടുള്ള വർക്കിംഗ്. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരാറുണ്ട് ഹാഫ് വേവ് റെക്ടിഫയർ കപ്പാസിറ്റർ ഫിൽറ്ററിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് നോക്കാം. ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. നിങ്ങള് വർക്കിംഗ് എഴുതുമ്പോ ഈ ഹാഫ് വേവ് റെക്ടിഫയർ കപ്പാസിറ്റർ ഫിൽറ്ററിന് ഹെഡിങ് കൊടുത്തില്ലെങ്കിലും ദാ ഈ പോയിന്റ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതിക്കൊള്ളണം കേട്ടോ. ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് എ പൾസേറ്റിംഗ് DC വേവ് ഫോം. നമ്മളുടെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്ന ഒരു പൾസേറ്റിംഗ് DC വേവ് ഫോം ആണ്. അതായത് അതിലും ഇംപീഡിറ്റീസുകൾ ഉണ്ട് എന്നർത്ഥം. Filter in half-wave rectifiers are used to transform the pulsating waveform into constant DC waveforms. നമുക്ക് കിട്ടുമ്പോൾ കുറച്ചൊരു പൾസേറ്റിംഗ്, അതായത് നമ്മൾ പറയും ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞാണ്. പൾസേറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തുമായിട്ട് ഉപമിച്ച് പറയാം? ഒരു വെള്ളം നമ്മൾ കൽക്കരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്ത് വരൂലേ,
അപ്പോഴും അവിടെ ചെറിയ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റീസ് പൾസേറ്റിംഗ് ആ ഒരു വേർഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോ നമുക്കൊരു ക്ലീൻ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല എന്തിൽ നിന്ന് കിട്ടുന്ന ഹാഫ് വേവ് റെക്ടിഫയറിൽ നിന്നും കിട്ടുന്നത്. അതായത് ഈ ഒരു ഗ്രാഫ് ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്ഫോമർ, ഡയോഡ്, ലോഡ്, ആ ഒരു ഗ്രാഫിൽ നിന്നും കിട്ടുന്നത് നമുക്കൊരു പൾസേറ്റിംഗ് ഡി സി ആണ് കിട്ടുന്നത്. അപ്പൊ ആ പൾസേറ്റിംഗ് ഡി സിനെ നമുക്ക് ക്ലീൻ ആൻഡ് സ്റ്റഡി ഡി സി ആക്കി മാറ്റണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡി സി വേവ് ഫോം ആക്കി മാറ്റണം. അതിന് നമ്മൾ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറയും. ചില സമയത്ത് കപ്പാസിറ്റർ യൂസ് ചെയ്യും, ചില സമയത്ത് ഇൻഡക്ടറും ഫിൽറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഹാഫ് വേവ് റെക്ടിഫയർ ഫോർമുല വളരെ എളുപ്പമാണ്. റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. എന്താണ് റിപ്പിൾ ഫാക്ടർ? റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എത്ര നന്നായിട്ട് ഒരു എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആക്കി മാറ്റുന്നു റിപ്പിൾ. ആ റിപ്പിളിന്റെ ആ കഴിവിനെയാണ് അവിടെ എടുക്കുന്നത്. ഹൗ വെൽ എ ഹാഫ് വേവ് റെക്ടിഫയർ ക്യാൻ കൺവേർട്ട് എ സി വോൾട്ടേജ് ടു ഡി സി വോൾട്ടേജ്. ചില സമയത്ത് നമ്മൾ റിപ്പിൾ ഫാക്ടർ ആയിട്ട് ആ ഒരു എ സിനെ ഡി സി ആക്കി മാറ്റിയതിന് ശേഷമുള്ള ആ ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ടും കൺസിഡർ എത്ര ശതമാനം ഈ പൾസേറ്റിംഗ് വരുന്നുണ്ട് എന്നുള്ളതിനെയും റിപ്പിൾ ആയിട്ട് പറയാറുണ്ട്. സോ മെയിൻ ആയിട്ട് റിപ്പിൾ ഫാക്ടർ എന്താണ്? ഹൗ വെൽ എ ഹാഫ് വേവ് റെക്ടിഫയർ ക്യാൻ കൺവേർട്ട് എ സി വോൾട്ടേജ് ടു ഡി സി വോൾട്ടേജ്. അതിന്റെ ഫോർമുല ഇതാണ് വരുന്നത്. നിങ്ങൾ ഗാമ എന്നാണോ പറയുന്നത്? ഗാമ ഇസ് ഇക്വൽ ടു റൂട്ട് വി ആർ എം എസ് ബൈ ബി ഡി സി ദ ഹോൾ സ്ക്വയർ മൈനസ് 1. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ദ റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് 1.21. പൊതുവെ റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു ഓൾറെഡി ഹാഫ് വേവ് റെക്ടിഫയേഴ്സിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ആണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ തന്ന അതിൽ റിപ്പിൾ ഫാക്ടറും കണ്ടുപിടിക്കാനുണ്ട്. അതിൽ റിപ്പിൾ ഫാക്ടർ നിങ്ങൾക്ക് 1.21 അറൗണ്ട് ആയിട്ടല്ല കിട്ടുന്നതെങ്കിൽ അത് തെറ്റാണെന്നാണ് അർത്ഥം. ഓക്കെ, എഫിഷ്യൻസി ഉണ്ട്. ഈറ്റ ഈസ് ഇക്വൽ ടു പി ഡി സി ബൈ പി എ സി. പി എന്ന് പറയുന്നത് പവർ, പി എന്ന് പറയുന്നത് പി എ സി, പി ഡി സി എന്ന് പറയുന്നത് പവർ ആണ്. The efficiency of a half wave rectifier is the ratio of output DC power to the input AC power. ഈറ്റ കണ്ടുപിടിക്കാനുള്ള എങ്ങനെയാണ്? പി ഡി സി ബൈ പി എ സി. ഇതിനൊക്കെ ഈറ്റ കണ്ടുപിടിക്കുന്നതിനും കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ കമന്റ് ചെയ്യൂ വേണമെന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആർ എം എസ് വാല്യൂ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ, വി ആർ എം എസ്. നേരത്തെ നമ്മളുടെ റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ വി ആർ എം എസ് വേണമായിരുന്നു. അപ്പൊ വി ആർ എം എസ് എന്താണ്? വി ആർ എം എസ് ഈസ് ഇക്വൽ ടു വി എം ബൈ 2, ഐ ആർ എം എസ് ഈസ് ഇക്വൽ ടു ഐ എം ബൈ 2. ഈ വി എം എന്താണ്? പീക്ക് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എ സി, ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ്, സോറി ഔട്ട്പുട്ട് കറണ്ട്. ഐ ആർ എം എസ് കറണ്ടും വി ആർ എം എസ് വോൾട്ടേജ്. അപ്പൊ വി ആർ എം എസ് ആണെങ്കിൽ പീക്ക് വോൾട്ടേജ് ബൈ 2, ഐ ആർ എം എസ് ആണെങ്കിൽ പീക്ക് അല്ലെങ്കിൽ മാക്സിമം കറണ്ട് ബൈ 2 എന്നുള്ളത്. ഇനി ഫോം ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആർ എം എസ് വാല്യൂ ബൈ ആവറേജ് വാല്യൂ, ആർ എം എസ് വാല്യൂ ബൈ ആവറേജ് വാല്യൂ. ഇനി ഹാഫ് വേവ് ഞാൻ ഫോർമുലാസ് വന്നതിന്റെ ഒന്നും ഡീറ്റെയിലിംഗ് പറഞ്ഞിട്ടില്ല. ഡീറ്റെയിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താല് ഞാൻ അടുത്ത വീഡിയോ നെക്സ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോസ് അത് ചെയ്യാൻ നോക്കാം. അപ്പോ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സസ് ക്ലിയർ ആവുന്നുണ്ടോ, ഏതെങ്കിലും പോർഷൻസ് കുറച്ചുകൂടെ ക്ലിയർ ആക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്റ്റൈലിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ടോ, അതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. ആപ്ലിക്കേഷൻ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? പവർ സപ്ലൈസിൽ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? യൂസ്ഡ് ഇൻ ലോ പവർ ഡിവൈസസ് ടു കൺവേർട്ട് എ സി ടു ഡി സി. എക്സാമ്പിൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സ്മോൾ ബാറ്ററി ചാർജേഴ്സ്, നൈറ്റ് ലാംപ്സിലൊക്കെ. ഇനി സിഗ്നൽ മോഡുലേഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ മോഡുലേഷൻ, ഡിമോഡുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എ എം റേഡിയോസ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എ എം റേഡിയോസിലാണ്. Half wave rectifiers are used in AM radio
receivers to extract or demodulate the audio signal from the received RF signal. നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസിൽ നിന്നും AM റേഡിയോ റിസീവേഴ്സ് എന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ഓഡിയോ സിഗ്നൽസിനെ എന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡീമോഡുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെക്ടിഫയേഴ്സിനെ യൂസ് ചെയ്യും. വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. ദേ ആർ യൂസിങ് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് സർക്യൂട്ട്സ് ലൈക്ക് വോൾട്ടേജ് ഡബ്ലർ, ട്രിപ്ലർ, ലോ കറന്റ് DC ഈസ് റിക്വയർഡ്. ലോ കറന്റ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോ കറന്റ് വേണ്ടടുത്താണ് നമ്മൾ മെയിൻ ആയിട്ട് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. Half wave rectifiers as a clipper used to clip or remove the negative half cycle of signal, allowing only the positive part of the paths. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് പോസിറ്റീവ് പാർട്ട് ഓഫ് ദ സിഗ്നലും നെഗറ്റീവ് പാർട്ട് ഓഫ് ദ സിഗ്നലിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മതി. മെയിൻ ആയിട്ട് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് എടുക്കാറ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റിമൂവ് ചെയ്യാൻ, സിഗ്നലിനെ റിമൂവ് ചെയ്യാൻ, ക്ലിപ്പ് ചെയ്ത് മാറ്റാൻ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? റെക്ടിഫയേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഡിറ്റക്റ്റിംഗ് ഡിവൈസസ് used in sensing or detecting circuits where only one polarity of signal is needed. Peak detector circuits ലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പൊളാരിറ്റി, ഓൾറെഡി മുകളിൽ പറഞ്ഞ പോലെ തന്നെ ക്ലിപ്പേഴ്സിനെ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഡിറ്റക്റ്റിംഗ് ഡിവൈസസിൽ യൂസ് ചെയ്യുന്നത്. വെൽഡിംഗ് മെഷീൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ സം ഓൾഡ്, അതായത് പഴയകാല വെൽഡിംഗ് മെഷീൻസിൽ വേറെ ഒരു ഡയറക്ഷനിൽ യൂണി ഡയറക്ഷനിൽ കറന്റ് ഈസ് റിക്വയർഡ് ഫോർ മെറ്റൽ ജോയിനിങ്. മെറ്റൽ ജോയിനിങ്ങിലൊക്കെ വൺ ഡയറക്ഷൻ, യൂണി ഡയറക്ഷൻ, ഒന്നീ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, മെയിനായിട്ട് ഫോർവേഡ് ബാസ്ഡ് ആയിട്ടുള്ള കറണ്ടുകൾ മാത്രം മതി എന്നുള്ളടത്ത് എന്താ ഇത് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഹോം അപ്ലയൻസസ് ലോ പവർ, നമ്മൾ കൂടുതൽ ഹോം അപ്ലയൻസസ് എന്ന് പറയുമ്പോൾ സോൾഡറിങ് അയൺ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ, LED നൈറ്റ് ലാംപ്സില്, സിമ്പിൾ ബാറ്ററി ടോയ്സില്, അതുപോലെ തന്നെ വേറെ എന്ത് പറയാം, നമുക്ക് റിമോട്ടില്, AC റിമോട്ട്, TV റിമോട്ട്, അല്ലെങ്കിൽ TVസില് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ഓഫ് DC മോട്ടോർസ് യൂസ്ഡ് വേർ എ സ്ലോ ഓർ ലോ സ്പീഡ് DC മോട്ടോർ ഈസ് നീഡഡ്. എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ലോ സ്പീഡ് അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള DC മോട്ടോർ ആവശ്യമുള്ളിടത്തും റെക്ടിഫയേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Because the output is pulsating DC, the motor rotates slowly. കാര്യം നമ്മളെ റെക്ടിഫയേഴ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു പൾസേറ്റിംഗ് DC ആണ്. അതെന്തിന് കാരണമാകുന്നു? മോട്ടറിനെ സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ കാരണമാകും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലോ എഫിഷ്യൻസി. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എഫിഷ്യൻസി 40.6, അതായത് വെരി ലോ കമ്പയർഡ് ടു ഫുൾ വേവ് റെക്ടിഫയർ. എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്, വളരെ കുറവാണ്. ഇറ്റ് യൂസസ് ഓൺലി ഹാഫ് ഓഫ് ദ ഇൻപുട്ട് AC സിഗ്നൽ. റിമൈനിങ് ഹാഫ് വേവ് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റഡ് ആണ്, അല്ലേ? അതായത് ഓൾറെഡി പറഞ്ഞു, AC സിഗ്നലിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. പക്ഷെ ഹാഫ്, പോസിറ്റീവ് ഹാഫ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. നെഗറ്റീവ് ഹാഫ് എന്തായി പോവുകയാണ്? വേസ്റ്റ് ആയി പോവുകയാണ്. ലോ ഔട്ട്പുട്ട് DC. The output voltage and power delivered are very small, so it is suitable only for low power application. 3, high ripple content. The output is not smooth, it is pulsating DC. അത് നമ്മൾ പറഞ്ഞതാണ്. അത് പൾസേറ്റിംഗ് DCനെ മാറ്റി ആക്കണമെങ്കിൽ ഒന്നി കപ്പാസിറ്റർ ഫിൽറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ ഫിൽറ്റർ ആയിട്ട് അവിടെ യൂസ് ചെയ്യണം. The output is not smooth, it is pulsating DC. Ripple factor is very high, so filtering becomes difficult. Reverse breakdown risk in diode. In the negative half cycle, diode faces full reverse voltage. May lead to diode breakdown if rating is low. Rating low ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും?
ആ ഒരു ഫുൾ നെഗറ്റീവ് സൈക്കിളിനെയും ഈ ഡയോഡ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തിലോട്ട് പോവാം, ബ്രേക്ക് ഡൗണിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവിടെ എന്ത് ഫുൾ ഹാഫ് വേവ് സൈക്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ പവർ, അത് ഓൾറെഡി പറഞ്ഞു. ലോ ലോ പവർ ആപ്ലിക്കേഷൻസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പുവർ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഡ്യൂറിങ് ഹാഫ് ഓഫ് സൈക്കിൾ ദ സർക്യൂട്ട് ഈസ് ഇനാക്റ്റീവ്. അതായത് ഹാഫ് സൈക്കിളില് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മുഴുവൻ എന്താണ്, ആ ഒരു സർക്യൂട്ട് ഇനാക്റ്റീവ് ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ആ സർക്യൂട്ട് എന്താവുന്നുള്ളൂ, ആക്റ്റീവ് ആവുന്നുള്ളൂ. സോ നമുക്ക് പറയാം ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ TUF എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവിടെ നമ്മൾ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. കാര്യം എന്താണ്, ഡയോഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു 2-3 കാര്യം ഓർത്തു വെച്ചിരുന്നാൽ, കുറച്ച് വേർഡ്സ് ഹെഡിങ്സും കൂടെ ഓർത്തു വെച്ചിരുന്നാൽ ഹാഫ് വേവ് സർക്യൂട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതി പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ക്ലാസ് ടുഡേ. അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി സീനിയേഴ്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജൂനിയേഴ്സിന് അയച്ചു കൊടുത്ത് നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പറയാനുള്ള ഒരു കാര്യം, തന്ത്രവിദ്യ അക്കാഡമിയിൽ 1-to-1 ട്യൂഷൻസ്, അതായത് ഇൻഡിവിജ്വൽ ട്യൂഷൻസുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് എക്സാം വരെ കാത്തിരിക്കാതെ ഒരുപാട് റെക്കോർഡഡ് ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സസിൽ ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു 1 വേ റെക്ടിഫയേഴ്സ് ആണ്. നിങ്ങളെന്ന് പറയുന്നത് ഒരു 2 വേ റോഡാണ്. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുന്ന 1 വേ റോഡാണ്. നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ കഴിയില്ല. പക്ഷെ 1-to-1 പ്രൈവറ്റ് ആയിട്ടുള്ള ട്യൂഷൻസിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർത്ത് ആണ്. റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ രണ്ടും സംഭവിക്കാം. 1-to-1 ട്യൂഷൻസിൽ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് എന്ന് വെച്ചാല്, നമ്മളുടെ ഇവിടത്തെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഫുൾ പേയ്മെന്റ് ഉടനെ തന്നെ അടയ്ക്കണ്ട. ഹാഫ് പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സസ് ഓക്കെ ആണെന്ന് നോക്കുക. നിങ്ങൾക്ക് ആ ടീച്ചർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ടീച്ചേഴ്സിനെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് തരും. പിന്നെ ക്ലാസ്സസ് ഒക്കെ പോയി ഒരു പകുതി മൊഡ്യൂൾ എത്തിയതിനു ശേഷം മാത്രം ഹാഫ് പേയ്മെന്റ്, ബാക്കി ബാലൻസ് ഹാഫ് കൂടെ ചെയ്താൽ മതി. നിങ്ങൾക്ക് പൈസ പോകുന്നില്ല, ടൈം പോകുന്നില്ല. നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചറിനെ നമ്മൾ അതനുസരിച്ച് മാപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ തന്ത്രവിദ്യയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അത്രയേ ഉള്ളൂ. ബൈ.